പരിശുദ്ധ കുർബാനയുടെ മക്കളെ, തിരുസഭയുടെ മക്കളെ, ഈ അടുത്ത കാലത്ത് മലയാളികളുടെ ഇടയിൽ കോളിളക്കമുണ്ടാക്കിയിട്ടുള്ള പുതിയൊരു സിനിമയുണ്ടല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം അതിശക്തമായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു, വിമർശനാത്മകമായിട്ട് പ്രതികരിക്കുന്നു. അതിനെക്കുറിച്ചാണ് എനിക്കും പറയാനുള്ളത്. ഞാനതിനെക്കുറിച്ച് 2 ചെറിയ പ്രസംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതും എൻ്റെ 3ാമത്തേതാണ്. ആ സിനിമയുടെ പേര് ഞാൻ പറയുകയില്ല. അതാണ് ഞാൻ കഴിഞ്ഞ 2 പങ്കുവെക്കലിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. തമ്പുരാൻ എന്ന പദത്തെ നിഷ്പ്രഭമാക്കി നശിപ്പിക്കുകയാണ്. പകരം മലയാളത്തിലില്ലാത്ത പുതിയൊരു പദമുണ്ടാക്കിയിരിക്കുന്നു. തമ്പുരാന്റെ സംസ്കാരത്തിൽ നിന്ന് മാറ്റി പൈശാചികമായ സംസ്കാരത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയാണ്. തിയേറ്ററിൽ പോയി എൻ്റെ സന്യാസ പൗരോഹിത്യ വസ്ത്രത്തിലൂടെ തന്നെ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ശക്തമായിട്ട് ക്രൈസ്തവ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിത് മനസ്സിലാക്കണം. പൈശാചിക സംസ്കാരം എങ്ങനെ സിനിമയിലൂടെ വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തമ്പുരാന്റെ സംസ്കാരത്തിലേക്ക് സമൂഹത്തെ നമുക്ക് നയിക്കാനായിട്ട് സാധിക്കണം. കോടികൾ മുടക്കി തമ്പുരാന്റെ സിനിമയുണ്ടാക്കാൻ സാധിക്കണം. ആരാണ് തമ്പുരാൻ? സത്യദൈവമായ ഈശോ മാത്രമാണ് തമ്പുരാൻ. സത്യദൈവമായ ഈശോയെ ഈ ലോകത്തിലേക്ക് അയച്ച പിതാവ് തന്നെയാണ് തമ്പുരാൻ. പിതാവ് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ പുത്രനിലൂടെ തൻ്റെ ദൗത്യം നിർവഹിക്കുകയായിരുന്നു. അതെ, ആ പരിശുദ്ധ തൃത്വമാണ് യഥാർത്ഥത്തിലുള്ള തമ്പുരാനെന്ന് കോടികൾ മുടക്കിക്കൊണ്ട് നമ്മൾ സിനിമയിറക്കണം. കാരണം ഈശോ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള തമ്പുരാനെന്ന് ഈശോ മിശിഹായുടെ ശരീരം പൊതിഞ്ഞ് കച്ച ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് തെളിയിച്ചിട്ടില്ലേ? ഈ സിനിമയെക്കുറിച്ച്, അതിൻ്റെ സാങ്കേതികത്തെക്കുറിച്ചോ, അതിൻ്റെ ഉപയോഗിച്ച ക്യാമറകളെക്കുറിച്ചോ, അഭിനയിച്ചവരെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുക. മറിച്ച് ക്രൈസ്തവ ധാർമ്മികതയെ ചവിറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ട് ഇവിടെ പൈശാചികമായ സംസ്കാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിനെതിരായിട്ടാണ് ഞാൻ പറയുക. അതുകൊണ്ട് ദൈവമായ തമ്പുരാനാകുന്ന ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവർ എങ്കിൽ ആ ഈശോ തമ്പുരാൻ ശക്തനായ തമ്പുരാനാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. കാരണം അവൻ സ്വയം കഠിനമായ പീഡകളേറ്റുകൊണ്ട് അവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി. അവൻ ബലിയർപ്പിച്ചു. അവൻ മരിക്കാൻ തയ്യാറായി. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി. അവന്റെ മരണവും ആ ശരീരം പൊതിഞ്ഞ കച്ചയിൽ വ്യക്തമായിട്ട് കാണാം. പോരാ, അവൻ ഉത്ഥാനം ചെയ്തു. അവൻ തമ്പുരാനാണ്, സർവശക്തനായ തമ്പുരാനാണ്. അവൻ ഉത്ഥാനം ചെയ്ത ആ ഉത്ഥാനത്തിന്റെ തെളിവാണ് അവന്റെ ശരീരം പൊതിഞ്ഞ കച്ച. ശാസ്ത്രത്തോട് തെളിവുള്ള ഏതൊരു മനുഷ്യനും തമ്പുരാനായ ഈശോയിലേക്ക് വരാതെ രക്ഷയില്ല. അതിനെക്കുറിച്ച് നമ്മൾക്ക് കോടികൾ മുടക്കാതെ തന്നെ സിനിമ ഇറക്കാമല്ലോ. അത് എല്ലാവരെയും തമ്പുരാനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പോരാ, കത്തോലിക്കര് പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നു. ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് പരിശുദ്ധ കുർബാനയിൽ വാഴ്ത്തപ്പെട്ട അപ്പവും മീഞ്ഞും സത്യദൈവമായ തമ്പുരാന്റെ മാംസവും രക്തവുമാണെന്ന്. തന്നെ പൂർണ്ണമായിട്ട് നൽകുന്ന തമ്പുരാൻ തന്റെ മാംസരക്തങ്ങൾ നൽകുന്നുണ്ട്. അതും ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. തമ്പുരാനായ ഈശോ മിശിഹായുടെ കച്ചയിൽ കാണുന്ന അതേ രക്ത ഗ്രൂപ്പ് തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ വാഴ്ത്തപ്പെട്ട മാംസ രക്തങ്ങളിലും കാണുന്നതെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശാസ്ത്രത്തോട് തുറവിയുള്ളവരായി തീർന്നുകൊണ്ട് തമ്പുരാനെ കുറിച്ച് സിനിമ ഇറക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഓർക്കുക, ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത് സ്റ്റീഫൻ എന്നാണ്. ആദ്യ രക്തസാക്ഷിയായ സ്റ്റീഫന്റെ പേര് തന്നെ കൊടുക്കണമെന്ന് എന്താ നിർബന്ധം? അതുപോലെ തന്നെ വിശുദ്ധഗ്രന്ഥത്തിന്റെ തിരുവചനങ്ങളാണ് ഇവിടെ ദുരുപയോഗിച്ചിട്ടുള്ളത് ഈ സിനിമയിൽ.
സാത്താന്റെ സംസ്കാരം ഉളവാക്കാൻ കൊലപാതകത്തിൻ്റെയും തീവെപ്പിൻ്റെയും മയക്കുമരുന്ന് വിൽക്കുന്നതിൻ്റെയും ഗർഭിണികളെ പോലും ബലാത്സംഗം ചെയ്യുന്നതുമായ പൈശാചികമായ സംസ്കാരത്തെ ഉളവാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ സിനിമയിലെ തിരുവചനങ്ങളാണ് ദുരുപയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിളിലെ തിരുവചനങ്ങളാണ്. എന്തുകൊണ്ട് ബൈബിളിലെ വചനങ്ങൾ മാത്രം എടുക്കുന്നു? അവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തിയേറ്ററിൽ പോയി പൗരോഹിത്യ സന്യാസ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ സിനിമ കണ്ട ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മലയാള ഭാഷയിൽ ഇല്ലാത്ത ഒരു പദമുണ്ടാക്കി ആ പദത്തിന്റെ അർത്ഥം രാജാവിനേക്കാൾ ഉന്നതനായ, ദൈവത്തെക്കാൾ കുറവ് ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് സിനിമ ഇറക്കുമ്പോഴേ നമ്മൾ അതിനെതിരായി ശക്തമായിട്ട് പ്രതികരിച്ചേ മതിയാവും. എന്താണ് നമ്മുടെ പ്രതികരണം? ജാഥകളും സമരങ്ങളും സംഘടിപ്പിക്കുന്നതാണോ? അല്ല. സത്യദൈവമായ തമ്പുരാനെ കുറിച്ചുള്ള സിനിമ ഇറക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം പ്രാർത്ഥിക്കണം, തമ്പുരാനെ കൃപയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ, തമ്പുരാനെ നിന്റെ തിരുരക്തത്താൽ ഈ ലോകത്തെ രക്ഷിക്കണമേ എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.